ഹായ്, എൻ്റെ പേര് ഷംനാശ്വരൻ. ഞാനിവിടെ കെമിസ്ട്രി ആണ് എടുക്കാൻ പോകുന്നത്. സോ ഈ ഒരു വർഷം നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് സൊല്യൂഷൻസ് ആണ്. ആ സൊല്യൂഷൻസ് വെച്ചിട്ടാണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്താണ് ഒരു സൊല്യൂഷൻ എന്ന് അറിഞ്ഞിരിക്കണം അല്ലേ? എന്താണ് ഒരു സൊല്യൂഷൻ? ഓക്കെ, കുറേ എക്സാമ്പിൾസ് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. സൊല്യൂഷൻസ് എന്ന് പറയുമ്പോൾ സോൾട്ട് സൊല്യൂഷൻ, ഷുഗർ സൊല്യൂഷൻ, ദെൻ ഗ്ലൂക്കോസ് ഇൻ വാട്ടർ, അതൊക്കെ എന്തിന് എക്സാമ്പിളാണ്? സൊല്യൂഷൻസിന് എക്സാമ്പിളാണ്. സോ അങ്ങനെ പറയുമ്പോൾ എക്സാമ്പിൾസ് പറയും നമുക്ക് കഴിയും. ബട്ട് ഡെഫിനിഷനായിട്ട് പറയുമ്പോൾ എന്തായിരിക്കും ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അല്ലേ? എന്തായിരിക്കും ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ദറ്റ് ഈസ് എ ഹോമോജീനിയസ് മിക്സ്ചർ ഓഫ് 2 or more കോമ്പണൻറ്റ്സ് അല്ലേ? രണ്ടിൽ കൂടുതൽ കോമ്പോണൻസിൻ്റെയോ ഒരു ഹോമോജീനിയസ് മിക്സ്ചറിനെയാണ് നമ്മൾ സാധാരണ സൊല്യൂഷൻ എന്ന് പറയും. രണ്ടിൽ കൂടുതലോ കോമ്പോണൻസ് ഉള്ള ഒരു ഹോമോജീനിയസ് മിക്സ്ചറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സൊല്യൂഷൻസ് എന്ന് വിളിക്കുക. ഓക്കെ, അപ്പോൾ അതാണ് സൊല്യൂഷൻസ്. സോ നമുക്ക് ഇവിടെ ഒരു കൺഫ്യൂഷൻ വരാം. എന്താ ഈ ഹോമോജീനിയസ് മിക്സ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടിൽ കൂടുതലോ ഉള്ള കോമ്പോണൻസ് ആണ്. അപ്പോൾ എന്താ ഈ ഹോമോജീനിയസ് മിക്സ്ചർ എന്ന് പറഞ്ഞാൽ? ഹോമോജീനിയസ് മിക്സ്ചർ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, അവരുടെ കോമ്പോസിഷൻ എന്തായിരിക്കും? ത്രൂ ഔട്ട് ദ സൊല്യൂഷനിൽ എന്തായിരിക്കും? യൂണിഫോം ആയിരിക്കും. നമ്മളിപ്പോൾ ഒരു സോൾട്ട് സൊല്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ ആ ഒരു സോൾട്ടിൻ്റെ പ്രസൻസ് അല്ലെ ആ ഒരു കോമ്പോസിഷൻ ഇത് എങ്ങനെയായിരിക്കും? നമ്മൾ ഒരു ഗ്ലാസ്സിൽ നമ്മൾ സോൾട്ട് വാട്ടർ എടുത്തു. അപ്പോൾ അതിൽ നമ്മൾ നന്നായിട്ട് സാൾട്ട് മിക്സ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു സാൾട്ടിൻ്റെ പ്രസൻസ് നമ്മൾ ആ ഒരു ഗ്ലാസിൻ്റെ മുകളിലും താഴെയും ഒരേപോലെ ആയിരിക്കും, യൂണിഫോം ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഹോമോജീനിയസ് മിക്സ്ചർ എന്ന് വിളിക്കുക. അപ്പോൾ എന്താണ് സൊല്യൂഷൻ എന്ന് പറഞ്ഞു, എക്സാമ്പിളായിട്ട് നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതായത് സോൾട്ട് സൊല്യൂഷൻ എക്സാമ്പിളാണ്, ഷുഗർ സൊല്യൂഷൻ എക്സാമ്പിളാണ്, ഗ്ലൂക്കോസ് ഇൻ വാട്ടർ, ഇതൊക്കെ എന്തിന് എക്സാമ്പിളാണ്? സൊല്യൂഷൻസിന് എക്സാമ്പിളാണ്. ഓക്കെ, സോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടെ മാർക്ക് ചെയ്യാം. സൊല്യൂഷൻസ്, ഒരു മിനിറ്റ്. Solutions are homogeneous mixtures of 2 or more than 2 components. Okay. By homogeneous mixture, we mean that its composition and properties are uniform throughout the mixture. A mixture totally consider ചെയ്യുമ്പോൾ അതിൻ്റെ compositions എന്തായിരിക്കും അല്ലേ, അഥവാ അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്തായിരിക്കും? യൂണിഫോം ആയിരിക്കും. ഇനി ഒരു സൊല്യൂഷൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്കറിയാം, നമ്മൾ പണ്ട് മുതലേ പഠിച്ചതാണ് അല്ലേ? അതിലൊരു സോൾവെൻ്റ് ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു സൊല്യൂട്ട് ഉണ്ടാവും അല്ലേ? ആരാ ഈ സൊല്യൂട്ട് എന്ന് പറഞ്ഞാൽ? ദ ലെസ്സർ ക്വാണ്ടിറ്റി, ആരാണോ കുറഞ്ഞ അളവിലുള്ളത് അതായിരിക്കും സൊല്യൂട്ട്. അപ്പോൾ ആരായിരിക്കും സോൾവെൻ്റ് എന്ന് പറഞ്ഞാൽ? ലാർജർ ക്വാണ്ടിറ്റി ഉള്ള ആളായിരിക്കും സോൾവെൻ്റ് എന്ന് പറഞ്ഞാൽ. അല്ലെങ്കിൽ നമുക്ക് വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ സൊല്യൂട്ട് എന്ന് പറഞ്ഞാൽ ആരെയാണോ നമ്മൾ ലയിപ്പിക്കുന്നത്, ഡിസോൾവ് ചെയ്യിപ്പിക്കുന്നത്, അതായിരിക്കും സൊല്യൂട്ട്. ഇനി ആരിലാണോ നമ്മൾ ലയിപ്പിക്കുന്നത്, ഡിസോൾവ് ചെയ്യിപ്പിക്കുന്നത്, അതായിരിക്കും സോൾവെൻ്റ്. ഓക്കെ, അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് പറയാനുള്ളത് വി ഹാവ് ടു നോ അബൌട്ട് ബൈനറി സൊല്യൂഷൻസ്. എന്താണ് ഒരു ബൈനറി സൊല്യൂഷൻസ് നമുക്ക് അറിയണം അല്ലേ? നമ്മൾ പറഞ്ഞു സൊല്യൂഷൻസ് ആർ ഹോമോജീനിയസ് മിക്സ്ചർ ഓഫ് 2 or more കോമ്പണൻസ്. രണ്ടിൽ കൂടുതൽ കോമ്പണൻസിൻ്റെ ഹോമോജീനിയസ് മിക്സ്ചർ ആണെന്ന് പറഞ്ഞു. ഇനി ചില കേസിൽ സൊല്യൂഷൻസ് എങ്ങനെയായിരിക്കാം? ഇറ്റ് ഈസ് എ മിക്സ്ചർ ഓഫ് 2 കോമ്പോണൻസ് ഓൺലി. 2 കോമ്പോണൻസ് ഉള്ള ഒരു മിക്സ്ചർ ആയിട്ട് ചില കേസിൽ സൊല്യൂഷൻസ് വരാം. അങ്ങനെയുള്ള സൊല്യൂഷൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ബൈനറി സൊല്യൂഷൻസ്. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ദ സൊല്യൂഷൻസ് വിച്ച് ഹാവ് ഓൺലി 2 കോമ്പോണൻസ് പ്രസൻറ്റ്, അതായത് ഹോമോജീനിയസ് മിക്സ്ചർ ഓഫ് 2 കോമ്പോണൻസ്, 2 കോമ്പോണൻസ് ഉള്ള ഒരു ഹോമോജീനിയസ് മിക്സ്ചറാണ് നമ്മളുടെ സൊല്യൂഷൻ എങ്കിൽ അങ്ങനെയുള്ള സൊല്യൂഷനെ നമ്മൾ എന്ത് വിളിക്കും? ബൈനറി സൊല്യൂഷൻ, മിക്സ്ചർ ഓഫ് 2 കോമ്പോണൻസ്. ഫോർ എക്സാമ്പിൾ സോൾട്ട് സൊല്യൂഷൻ തന്നെ, അതെന്താണ്? ഒരു ഹോമോജീനിയസ് മിക്സ്ചർ വിത്ത് 2 കോമ്പോണൻസ് ആണ്. കാരണം അതിൽ സൊല്യൂട്ട് എന്ന് പറയുന്നത് സോൾട്ടാണ്, സോൾവെൻ്റ് എന്ന് പറയുന്നത് വാട്ടറാണ്. ഇനി ഷുഗർ സൊല്യൂഷൻ സെയിം വേ, ഷുഗർ ആണ് സൊല്യൂട്ട്, സോൾവെൻ്റ് വാട്ടർ ആണ്. അതുപോലെ ഓക്കെ. നെക്സ്റ്റ് ഒരു കാര്യം കൂടി ഞാനിവിടെ അഡീഷണലി ആഡ് ചെയ്യാം. നമ്മൾ ചില കേസിൽ നമ്മൾ വേറെ ചാപ്റ്റേഴ്സൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ അക്വസ് സൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു ടേം കേൾക്കാം. AQUES, അക്വസ് സൊല്യൂഷൻസ്. അക്വസ് സൊല്യൂഷൻസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമുക്കറിയാം ഒരു സൊല്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ സൊല്യൂട്ട് ഉണ്ടാവും, അതുപോലെ തന്നെ സോൾവെൻ്റ് ഉണ്ടാവും. ആ ഒരു സൊല്യൂഷൻ്റെ സോൾവെൻ്റ് വാട്ടർ ആണെങ്കിൽ നമ്മൾ എടുക്കുന്ന സൊല്യൂഷൻ്റെ സോൾവെൻ്റ്
വാട്ടർ ആണെങ്കിൽ അങ്ങനെയുള്ള സൊല്യൂഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? അക്വസ് സൊല്യൂഷൻ. ഇപ്പോൾ അക്വസ് സൊല്യൂഷൻ ഓഫ് ഷുഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അർത്ഥം എന്താ? അതൊരു ഷുഗർ സൊല്യൂഷൻ ആണ്, അവിടെ ഉള്ള സോൾവെന്റ് വാട്ടർ ആണ്. ഇനി അക്വസ് സൊല്യൂഷൻ ഓഫ് സോൾട്ട് എന്ന് പറഞ്ഞാൽ അതൊരു സോൾട്ട് സൊല്യൂഷൻ ആണ്, അവിടെ സോൾവെന്റ് എന്താണ്? വാട്ടർ ആണ്. ഇനി ചില കേസിൽ നമ്മൾ സാധാരണ ഓർഗാനിക് കെമിസ്ട്രി ഒക്കെ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ പറയും അക്വസ് സൊല്യൂഷൻ ഓഫ് KOH, അക്വസ് KOH എന്നൊക്കെ പറയും. അപ്പം അതിനർത്ഥം എന്താ? അവിടെ സോൾവെന്റ് വാട്ടർ ആണ്, സൊല്യൂട്ടായിട്ട് ആരെ ആഡ് ചെയ്തു? നമ്മൾ KOHനെ ആഡ് ചെയ്തു. ആ ഒരു കാര്യം കൂടി ഇവിടെ ഞാൻ ഓർമ്മിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ പഠിക്കാനുള്ളത്. എന്താണ് ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സൊല്യൂഷൻസ് ആർ ഹോമോജീനിയസ് മിക്സ്ചർ ഓഫ് 2 or more കോമ്പോണൻസ്, 2 or 2-ൽ കൂടുതലോ കോമ്പോണൻസിൻ്റെ ഒരു ഹോമോജീനിയസ് മിക്സ്ചർ ആണ് സൊല്യൂഷൻ. അപ്പോൾ ബൈ ഹോമോജീനിയസ് എന്താണ് നമ്മൾ ഹോമോജീനിയസ് കൊണ്ട് മനസ്സിലാക്കുന്നത്? വേർ ദ ഡിസ്ട്രിബ്യൂഷൻ ഓർ കോമ്പോസിഷൻ ഓഫ് ദി മിക്സ്ചറിൻ്റെ കോമ്പോസിഷനും ഡിസ്ട്രിബ്യൂഷനും ത്രൂ ഔട്ട് ദ സൊല്യൂഷനിൽ എന്തായിരിക്കുക? സെയിം ആയിരിക്കുക. പിന്നെ പറഞ്ഞത് എന്താണ് സൊല്യൂട്ട്? സൊല്യൂട്ട് എന്ന് പറഞ്ഞാൽ ലെസർ ക്വാണ്ടിറ്റിയിലുള്ള ആളാണ് നമ്മൾ സൊല്യൂട്ട് എന്ന് പറയാം. ലാർജർ ക്വാണ്ടിറ്റിയിലുള്ള ആളാണ് നമ്മൾ സോൾവെന്റ് എന്ന് പറയും. അതുപോലെ തന്നെ ബൈനറി സൊല്യൂഷൻസ് എന്താണ്? ബൈനറി സൊല്യൂഷൻസ് പറഞ്ഞാൽ സൊല്യൂഷൻ വിത്ത് 2 കോമ്പോണൻസ് ഉള്ള സൊല്യൂഷൻസിനെയാണ് നമ്മൾ ബൈനറി സൊല്യൂഷൻസ് എന്ന് പറയുക. ആ ഒരു ബൈനറി സൊല്യൂഷൻസിനെ പറ്റിയിട്ടാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഉടനീളം പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ നെക്സ്റ്റ് മൂവിങ് ഓൺ ടു ടൈപ്സ് ഓഫ് സൊല്യൂഷൻസിൻ്റെ ടൈപ്പ്. അപ്പോൾ ടൈപ്പ് പറയുമ്പോൾ നമ്മൾ സൊല്യൂഷൻസിനെ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ബേസ്ഡ് ഓൺ ദി നാച്ചർ ഓഫ് സോൾവെൻറ്റ്. നമ്മൾ സോൾവെൻറ്റിനെ ബേസ് ചെയ്തിട്ട്. ഓക്കെ, അപ്പോൾ ഏതൊക്കെ സോൾവെൻറ്റ്സ് നമുക്കറിയാം? നമ്മൾ 3 സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ പഠിക്കുന്നുണ്ട് അല്ലേ? ഗ്യാസ്, ലിക്വിഡ്, അതുപോലെ തന്നെ സോളിഡ്. അതുപോലെ തന്നെ നമ്മളുടെ സോൾവെൻറ്റിൻ്റെ ബേസ് ചെയ്തിട്ട് നമ്മൾ സൊല്യൂഷൻസിനെ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ഗ്യാഷ്യസ് സൊല്യൂഷൻ, ലിക്വിഡ് സൊല്യൂഷൻ ആൻഡ് സോളിഡ് സൊല്യൂഷൻ. അപ്പോൾ എങ്ങനെയായിരിക്കും നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടാവുക? നമ്മൾ എടുക്കുന്ന സൊല്യൂഷൻ്റെ സോൾവെൻറ്റ് ഗ്യാസ് ആണെങ്കിൽ, ഇഫ് ദ സോൾവെൻറ്റ് വി ടേക്ക്, അതായത് നമ്മൾ എടുക്കുന്ന സൊല്യൂഷൻ്റെ സോൾവെൻറ്റ് ഗ്യാസ് ആണെങ്കിൽ ആ ഒരു ടൈപ്പ് ഓഫ് സൊല്യൂഷനെ നമ്മൾ ഗ്യാഷ്യസ് സൊല്യൂഷൻ എന്ന് വിളിക്കും. ഇഫ് ദ സോൾവെൻറ്റ് വി ടേക്ക് ഇസ് ലിക്വിഡ്, നമ്മൾ എടുക്കുന്ന സൊല്യൂഷൻ്റെ സോൾവെൻറ്റ് ലിക്വിഡ് ആണെങ്കിൽ നമ്മൾ ആ ഒരു സൊല്യൂഷനെ ലിക്വിഡ് സൊല്യൂഷൻ എന്ന് വിളിക്കും. ഇനി നമ്മൾ എടുക്കുന്ന സൊല്യൂഷൻ്റെ സോൾവെൻറ്റ് സോളിഡ് ആണെങ്കിൽ അങ്ങനെയുള്ള സൊല്യൂഷനെ നമ്മൾ എന്ത് വിളിക്കും? വി കോൾഡ് ഇറ്റ് എസ് സോളിഡ് സൊല്യൂഷൻ. അങ്ങനെയുള്ള സൊല്യൂഷനെ നമ്മൾ സോളിഡ് സൊല്യൂഷൻ എന്ന് വിളിക്കും. അപ്പോൾ ഇവിടെ ഒരു കോളം കൊടുത്തിട്ടുണ്ട്. ആ കോളത്തിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സൊല്യൂഷൻ കൊടുത്തിട്ടുണ്ട് വിത്ത് എക്സാമ്പിൾസ്. സോ നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് പോവാം. ലൈക്ക് ഫസ്റ്റ് കൊടുത്തിട്ടുള്ളത് ഗ്യാഷ്യസ് സൊല്യൂഷൻ ആണ്. അപ്പോൾ ഗ്യാഷ്യസ് സൊല്യൂഷൻ ആകുമ്പോൾ നമുക്കറിയാം സോൾവെൻ്റ് എല്ലാം എന്തായിരിക്കും? ഗ്യാസ് ആയിരിക്കും. ബട്ട് സൊല്യൂട്ടിന് എന്തുണ്ടാവും? വ്യത്യാസം വരാം. ഗ്യാസ് വരാം, ലിക്വിഡ് വരാം, അതുപോലെ തന്നെ സോളിഡ് വരാം. അപ്പോൾ ഫസ്റ്റ് ടൈപ്പ് പറയുന്നത് സോൾവെൻറ്റ് ഗ്യാസ്, സൊല്യൂട്ടും ഗ്യാസ്, ബോത്ത് ആർ ഗ്യാസസ്. സൊല്യൂട്ടും ഗ്യാസാണ്, സോൾവെൻറ്റും ഗ്യാസാണ്. അതിന് എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുള്ളത് മിക്സ്ചർ ഓഫ് ഓക്സിജൻ ആൻഡ് നൈട്രജൻ ഗ്യാസ് അല്ലേ? നൈട്രജൻ്റെയും ഓക്സിജൻ്റെയും മിക്സ്ചർ. നമുക്കറിയാം ഓക്സിജൻ ഒരു ഗ്യാസാണ്, നൈട്രജൻ ഒരു ഗ്യാസാണ്. ഇതിൽ ഏതാണ് കൂടുതൽ എമൗണ്ട് ഉണ്ടാവുക? നമ്മളുടെ അറ്റ്മോസ്ഫിയറിൽ ഏറ്റവും കൂടുതലുള്ള ആരാണ്? നൈട്രജൻ ആണല്ലേ. അപ്പം നൈട്രജൻ്റെയും ഓക്സിജനും മിക്സ്ചർ. ഇവിടെ നമുക്ക് നൈട്രജനും ഒരു സോൾവെന്റ് പോലെ കൺസിഡർ ചെയ്യാം, ഓക്സിജന് സൊല്യൂട്ട്. അപ്പം അതിൻ്റെ മിക്സ്ചർ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഗ്യാഷ്യസ് സൊല്യൂഷൻ ആണ് വിത്ത് സോൾവെന്റ് ആൻഡ് സൊല്യൂട്ട് ഗ്യാസ്. ഇനി നെക്സ്റ്റ് വൺ സൊല്യൂട്ട് ലിക്വിഡ്, സോൾവെന്റ് ഗ്യാസ് ആണ്, സൊല്യൂട്ട് ലിക്വിഡ് ആണ്. ബട്ട് ഇതും എന്തിന് എക്സാമ്പിൾ ആണ്? നമുക്കൊരു ഗ്യാഷ്യസ് സൊല്യൂഷൻ എക്സാമ്പിൾ ആണ് അല്ലേ? അപ്പോൾ അതിന് എക്സാമ്പിൾ കൊടുത്തിട്ടത് ക്ലോറോഫോം മിക്സ്ഡ് വിത്ത് നൈട്രജൻ ഗ്യാസ്. ക്ലോറോഫോം നൈട്രജൻ ഗ്യാസുമായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഇവിടെ സോൾവെന്റ് ഏതാണ്? നൈട്രജൻ ഗ്യാസ് ആണല്ലോ. നെക്സ്റ്റ് ക്ലോറോഫോം എന്ന് പറയുന്ന ലിക്വിഡ് ആണ്. ക്ലോറോഫോം ആണ് ഇവിടെ സൊല്യൂട്ട് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് സൊല്യൂട്ട് എന്ന് പറയുന്നത് സോളിഡ് ആണ്. ലെസർ ക്വാണ്ടിറ്റി ഉള്ളത് സോളിഡ് ആണ്. ഇനി ലാർജ് ക്വാണ്ടിറ്റി ഉള്ള ആളാരാണ്? ഗ്യാസ് ആണ്. എക്സാമ്പിൾ കൊടുത്തിട്ടുള്ളത് ക്യാംഫർ ഇൻ നൈട്രജൻ ഗ്യാസ്. ക്യാംഫർ എന്ന് പറഞ്ഞാൽ കർപ്പൂരാണ്. അതൊരു സോളിഡ് ആയിട്ടുള്ള പൗഡറി സബ്സ്റ്റൻസ് ആണ്, ഒരു സബ്ലൈമബിൾ ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണ്. അത് നമ്മൾ നൈട്രജൻ ഗ്യാസിൽ മിക്സ് ചെയ്യാം. അപ്പോൾ ക്യാംഫർ സോളിഡ് ആണ്, അതെന്തിലേക്ക് മിക്സ് ചെയ്തു? നമ്മൾ സോൾവെന്റ് ആയിട്ടുള്ള നൈട്രജൻ ഗ്യാസിലേക്ക് മിക്സ് ചെയ്തു. അതെന്തിന് എക്സാമ്പിൾ ആണ്? ഒരു ഗ്യാഷ്യസ് സൊല്യൂഷൻ എക്സാമ്പിൾ ആണ്. വേർ സൊല്യൂട്ട് ഈസ് സോളിഡ് ആൻഡ് സോൾവെന്റ് ഈസ് ഗ്യാസ്.
അത്രയും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ മൂവ് ചെയ്യുന്നത് ലിക്വിഡ് സൊല്യൂഷനിലേക്കാണ് അല്ലേ. അപ്പോൾ ലിക്വിഡ് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ മനസ്സിലുണ്ടാവണം അതെന്തായിരിക്കണം, അവിടെയുള്ള സോൾവെന്റ് എന്ന് പറയുന്നത് ലിക്വിഡ് ആയിരിക്കണം അല്ലേ. സോൾവെന്റ് എല്ലാം ലിക്വിഡ് ആയിരിക്കണം. ബട്ട് സൊല്യൂട്ടിന് 3 ചാൻസസ് ഉണ്ട്. സൊല്യൂട്ട് ഗ്യാസ് ആവാം, ലിക്വിഡ് ആവാം, അതുപോലെ തന്നെ എന്തും ആവാം, സോളിഡും ആവാം. അപ്പോൾ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഫസ്റ്റ് വൺ സൊല്യൂട്ട് ഗ്യാസ്, സോൾവെന്റ് ലിക്വിഡ്. എക്സാമ്പിൾ കൊടുത്തത് ഓക്സിജൻ ഡിസോൾവഡ് ഇൻ വാട്ടർ. ഓക്സിജൻ ഡിസോൾവഡ് ഇൻ വാട്ടർ. അപ്പോൾ വാട്ടർ എന്ന് പറയുന്നത് ഇവിടെ സോൾവെന്റ് ആയിട്ട് ആക്ട് ചെയ്തു. ദെൻ ഗ്യാസ് ആയിട്ടുള്ള ഓക്സിജൻ എന്തായിട്ട് ആക്ട് ചെയ്തു, നമ്മളുടെ സൊല്യൂട്ടായിട്ട്. ഓക്കെ, നെക്സ്റ്റ് സൊല്യൂട്ടും ലിക്വിഡ്, സോൾവെന്റ് ലിക്വിഡ്. നമുക്ക് എന്തും പറയാം. ലൈക്ക് ഓയിൽ ഇൻ വാട്ടർ. ഇവിടെ കൊടുത്തിട്ടുള്ളത് എത്തനോൾ ഡിസോൾവഡ് ഇൻ വാട്ടർ. എത്തനോൾ എന്ന് പറഞ്ഞാൽ ആൽക്കഹോൾ ആണ്, അത് ലിക്വിഡാണ്. വാട്ടർ എന്ന് പറഞ്ഞാൽ അത് ലിക്വിഡാണ്. അപ്പോൾ എത്തനോളാണ് നമ്മൾ സൊല്യൂട്ടായിട്ട് എടുത്തിരിക്കുന്നെങ്കിൽ വാട്ടർ സോൾവെന്റ് ആയിട്ട് എടുത്തു. അതിൻ്റെ രണ്ടിൻ്റെ മിക്സ്ചർ എന്താണ്, ഒരു ലിക്വിഡ് സൊല്യൂഷന് എക്സാമ്പിളാണ്. നെക്സ്റ്റ് നമ്മളുടെ സൊല്യൂട്ട് സോളിഡ് ആണ്, സോൾവെന്റ് ലിക്വിഡ്. ഇത് നമുക്ക് ഒരുപാട് എക്സാമ്പിൾസ് പറയാൻ പറ്റും അല്ലേ. സോൾവെന്റ് ലിക്വിഡ് വാട്ടർ ആയിട്ട് എടുക്കാം. സൊല്യൂട്ട് സോളിഡ് നമുക്ക് ഏതും എടുക്കാം. ലൈക്ക് സോൾട്ട് സൊല്യൂഷൻ, ഷുഗർ സൊല്യൂഷൻ, ഗ്ലൂക്കോസ് ഇൻ വാട്ടർ. ഇതൊക്കെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് സോൾവെന്റ് എന്താണ്, ലിക്വിഡ് ആയിട്ടുള്ള വാട്ടർ ആണ്. സൊല്യൂട്ട് എന്ന് പറയുന്നത് സോളിഡ് ആയിട്ടുള്ള പൗഡറി ഫോം ആയിട്ടുള്ള ഗ്ലൂക്കോസ്, സോൾട്ട്, ഷുഗർ, ഇതൊക്കെ. അതുകൂടാതെ യൂറിയ ഇൻ വാട്ടർ, അതൊക്കെ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാം. ഇനി നമ്മൾ അധികം അങ്ങനെ കേൾക്കാത്ത ഒരിതാണ് സോളിഡ് സൊല്യൂഷൻ. നമുക്കൊരു ഡൗട്ട് തോന്നും അല്ലേ, സോളിഡ് സൊല്യൂഷൻ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ സാധാരണ സൊല്യൂഷൻ എന്ന് അറിയാം സൊല്യൂഷൻസ് എന്ന് പറയാം. നമ്മൾ വിചാരിക്കും ലിക്വിഡ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ സൊല്യൂഷൻസ് ഉള്ളൂ. ബട്ട് സോളിഡും സൊല്യൂഷൻസ് ആയിട്ട് പറയാം. എങ്ങനെ നമുക്ക് സോളിഡിനെ എങ്ങനെ നമ്മൾ സൊല്യൂഷൻസ് ആയിട്ട് പറയാം, വലിയ ആള്, ലാർജർ ക്വാണ്ടിറ്റി പ്രസന്റ് ആയിട്ടുള്ള ആള് സോൾവെന്റ് ആയിരിക്കും. അതായത് സോളിഡ് ലാർജർ ക്വാണ്ടിറ്റി ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ലാർജർ ക്വാണ്ടിറ്റി ഉണ്ടാവുക. ബാക്കിയുള്ള ആൾക്കാർ, അതായത് ഗ്യാസ് ആയിട്ട് സൊല്യൂട്ടായിട്ട് ആരൊക്കെ വരാം, ഗ്യാസ് വരാം, ലിക്വിഡ് വരാം, സോളിഡ് വരാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഫസ്റ്റത്തെ എക്സാമ്പിൾ പറയുന്നത് സൊല്യൂട്ട് ഗ്യാസ്, സോൾവെന്റ് സോളിഡ്. സൊല്യൂട്ട് ആരാണ്, ഗ്യാസ് ആണ്. സോൾവെന്റ് സോളിഡ് ആണ്. അപ്പം ലാർജർ ക്വാണ്ടിറ്റിയിലുള്ള ആള് സോളിഡും ലെസ്സർ ക്വാണ്ടിറ്റിയിലുള്ള ആള് ഗ്യാസും. എക്സാമ്പിൾ കൊടുത്തിട്ടത് സൊല്യൂഷൻ ഓഫ് ഹൈഡ്രജൻ ഇൻ പല്ലേഡിയം. അപ്പം ഇത് നമ്മൾ +1 ഹൈഡ്രോജനേഷൻ റിയാക്ഷൻസ് ഒക്കെ പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അതായത് നമ്മൾ കാറ്റലിസ്റ്റ് ആയിട്ടൊക്കെ എങ്ങനെ വരുന്നുണ്ട് പല്ലേഡിയം അല്ലെ, ഹൈഡ്രോജനേഷനിൽ. അപ്പോൾ ഇവിടെ നമ്മളുടെ പലേഡിയമാണ്. പലേഡിയം എന്ന് പറയുന്ന ഒരു മെറ്റലാണ് അല്ലേ. അപ്പോൾ പലേഡിയം ആണ് ഇവിടെ സോളിഡ് ആയിട്ടുള്ളത്. അതിൻ്റെ മുകളിൽ കുറച്ച് എമൗണ്ട് ആരുണ്ടാവും, ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടാവും. അപ്പോൾ ഹൈഡ്രജൻ ഗ്യാസ് അവിടെ സൊല്യൂട്ട് ആണ്. വേറെ പലേഡിയം എന്ന് പറയുന്നത് സോൾവെന്റ് ആണ്, സോളിഡ് ആയിട്ടുള്ള സോൾവെന്റ് ആണ്. നെക്സ്റ്റ് വൺ ലിക്വിഡ് ഇൻ സോളിഡ്. അതായത് സൊല്യൂട്ട് ലിക്വിഡും സോൾവെന്റ് എന്താണ്, സോളിഡ് ആണ്. എക്സാമ്പിൾ അമാൽഗം ഓഫ് മെർക്കുറി വിത്ത് സോഡിയം. അമാൽഗം നമുക്കറിയാം, മെർക്കുറി ഏതൊരു മെറ്റലായിട്ട് ചേരുമ്പോഴും നമ്മൾ അതിൻ്റെ ഇതിന് കോമ്പിനേഷനെ നമ്മൾ വിളിക്കുന്ന ഒരു അലോയ് പോലെ വിളിക്കുന്നതാണ് അമാൽഗം. മെർക്കുറി ഏതൊരു മെറ്റലായിട്ട് ആരുമായിട്ട് കോമ്പിനേഷൻ നടത്തിക്കോട്ടെ, അപ്പം നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് അമാൽഗം. അപ്പം അമാൽഗം ഓഫ് മെർക്കുറി വിത്ത് സോഡിയം മീൻസ് എന്താ, സോഡിയവും മെർക്കുറിയും തമ്മിലുള്ള ഒരു കോമ്പിനേഷനാണ് ഇവിടെ വരുന്നത് അല്ലേ. സോഡിയം നമുക്കറിയാം അതൊരു സോളിഡാണ്. അപ്പോൾ സോഡിയം ആയിരിക്കും സോൾവെൻ്റ് ആയിട്ടുണ്ടാവുക. നെക്സ്റ്റ് മെർക്കുറി എന്ന് പറയുന്നത് ഓൺലി മെറ്റൽ വിച്ച് ഇസ് ലിക്വിഡ് ഇൻ റൂം ടെമ്പറേച്ചർ അല്ലേ. റൂം ടെമ്പറേച്ചറിൽ ലിക്വിഡ് ആയിട്ടുള്ള ഒരേ ഒരു മെറ്റലാണ് മെർക്കുറി. അപ്പോൾ അത് ലിക്വിഡാണ്. അപ്പോൾ മെർക്കുറി ആണ് ഇവിടെ സൊല്യൂട്ട്. സോൾവെൻ്റ് ആയിട്ടുള്ള ആരാളുള്ളത്, സോഡിയമാണ്. നെക്സ്റ്റ് സൊല്യൂട്ട് സോളിഡ്, അതുപോലെ തന്നെ സോൾവെന്റ് സോളിഡ്. ഇതിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് പറയാം, ഇവിടെ കോപ്പർ ഡിസോൾവ്ഡ് ഇൻ ഗോൾഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അലോയ്സ്, ബ്രോൺസ്, ബ്രാസ്, ഇതൊക്കെ എന്തായിട്ട് പറയും നമുക്ക് സോളിഡ് സൊല്യൂഷനിൽ സൊല്യൂട്ടും സോളിഡ്, സോൾവെന്റും സോളിഡ് ആയിട്ട് പറയാം അല്ലേ. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്, നമ്മളിപ്പോൾ ബ്രാസും ബ്രോൺസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അതിൽ കോപ്പറാണ് സോൾവെന്റ് ആയിട്ട് ഉണ്ടാവുക അല്ലേ. ലാർജർ ക്വാണ്ടിറ്റിയിൽ കോപ്പർ ആയിരിക്കും. ഒരു 75% കോപ്പർ ആണെങ്കിൽ ഒരു 25% രണ്ട് കേസിലും ഒന്നിൽ സിങ്ക് ആണ്, ഒന്നിൽ ടിൻ ആണ്. അപ്പോൾ അതും എന്തിന് എക്സാമ്പിൾ ആണ്, സോളിഡ് സൊല്യൂഷൻ എക്സാമ്പിൾ ആണ്. വേർ സൊല്യൂട്ട് ഈസ് സോളിഡ് ആൻഡ് സോൾവെന്റ് ഈസ് സോളിഡ്. ഐ തിങ്ക് ഇസ് ക്ലിയർ. അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് മൂവിങ് ഓൺ ടു എക്സ്പ്രസിങ് കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻസ്. സൊല്യൂഷൻസിന്റെ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ. അപ്പോൾ എന്ത് ഈ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യാം. അപ്പോൾ എന്തായിരിക്കും കോൺസെൻട്രേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മളൊരു സൊല്യൂഷനിൽ അടങ്ങിയിരിക്കുന്ന സൊല്യൂട്ടിൻ്റെ എമൗണ്ട് അല്ല, എത്ര ക്വാണ്ടിറ്റി ഉണ്ട്. ഒരു സൊല്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ സൊല്യൂട്ട് ഉണ്ടാവും എന്ന് നമുക്കറിയാം.
ബട്ട് അത് എത്ര എമൗണ്ട് ഉണ്ട്, അത് എത്ര ക്വാണ്ടിറ്റി ഉണ്ട്, എത്ര അളവിൽ സൊല്യൂട്ട് ഡിസോൾവ്ഡ് ആയിട്ടുണ്ട്, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ടേംസ്, കുറച്ച് കോൺസെൻട്രേഷൻ ടേംസ് നമുക്ക് പഠിക്കാനുണ്ട്. ഫസ്റ്റ് വൺ മാസ് പെർസെൻറ്റേജ്, ആദ്യമായിട്ട് പഠിക്കാനുള്ളത് മാസ് പെർസെൻറ്റേജ്. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് വോളിയം പെർസെൻറ്റേജ് പഠിക്കാനുണ്ട്. നെക്സ്റ്റ് മാസ് ബൈ വോളിയം പെർസെൻറ്റേജ്, പാർട്സ് പെർ മില്യൺ അല്ലെങ്കിൽ സിമ്പിളായിട്ട് PPM എന്ന് പറയും. ദെൻ മൊളാരിറ്റി, മോൾ ഫ്രാക്ഷൻ. ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇതിൽ കുറച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ഫസ്റ്റ് ചാപ്റ്ററിൽ, ഫസ്റ്റ് ചാപ്റ്ററിൽ സം ബേസിക് കോൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നോക്കാം എന്താണ് മാസ് പെർസെൻറ്റേജ് നോക്കാം അല്ലേ. എന്താ മാസ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് നമ്മൾ മാസ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കുക? ഇവിടെ ഒരു ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട് അല്ലേ. മാസ് പെർസെൻറ്റേജ് ഓഫ് ദ കോമ്പണൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇങ്ങനെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. നമ്മളെ കയ്യിൽ സൊല്യൂട്ട് ഉണ്ട്, സോൾവെൻ്റ് ഉണ്ട്. അപ്പോൾ സൊല്യൂട്ടിൻ്റെ മാസ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മളിങ്ങനെ കണ്ടുപിടിക്കുക, മാസ് ഓഫ് ദ സൊല്യൂട്ട് ഇൻ സൊല്യൂഷൻ. എത്രയാണ് ആ ഒരു സൊല്യൂഷനിലുള്ള സൊല്യൂട്ടിൻ്റെ മാസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് ഓഫ് ദ സൊല്യൂഷൻ. ആ സൊല്യൂഷൻ്റെ ടോട്ടൽ മാസ് ഇൻറ്റു 100% ആണ് അല്ലേ. അപ്പോൾ ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാസ് പെർസെൻറ്റേജ് ഓഫ് സൊല്യൂട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന ഇക്വേഷൻ. നെക്സ്റ്റ് ഈസ് മാസ് പെർസെൻറ്റേജ് പോലെ തന്നെ ഇവിടെ കൊടുത്തിട്ടുള്ളതാണ് വോളിയം പെർസെൻറ്റേജ് അല്ലേ. വോളിയം പെർസെൻറ്റേജ് മാസിൻ്റെ അത് തന്നെ, ബട്ട് മാസിന് പകരം നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു? വോളിയം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു അല്ലേ. അപ്പോൾ വോളിയം പെർസെൻറ്റേജ് ഓഫ് എ കോമ്പണൻറ്റ്, നമുക്ക് സൊല്യൂട്ടാണ് കണ്ടുപിടിക്കണമെങ്കിൽ എങ്ങനെ ഉണ്ടാവുക? വോളിയം പെർസെൻറ്റേജ് ഓഫ് സൊല്യൂട്ട് ഈക്വൽ ടു വോളിയം ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം ഓഫ് ദ സൊല്യൂഷൻ അല്ലേ. മുകളിൽ നമ്മൾ സൊല്യൂട്ടിൻ്റെ വോളിയം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, ഡിനോമിനേറ്ററിൽ നമ്മൾ ടോട്ടൽ സൊല്യൂഷൻ്റെ വോളിയം. അപ്പോൾ ചില കേസിൽ ചിലരോട് തെറ്റിപ്പോവാറുണ്ട്. അതായത് നമ്മൾ എന്ത് ചെയ്യും, തിരക്കിൽ സൊല്യൂഷൻ്റെ ടോട്ടൽ വോളിയത്തിന് പകരം സോൾവെൻറ്റിൻ്റെ വോളിയം മാത്രം ഇട്ട് കൊടുക്കും. അപ്പോൾ അത് തെറ്റിപ്പോവും. നമ്മൾ എന്ത് ചെയ്യണം? ടോട്ടൽ സൊല്യൂഷൻ്റെ വോളിയം, സോൾവെൻറ്റിൻ്റെ വോളിയം പ്ലസ് സൊല്യൂഷൻ്റെ സൊല്യൂട്ടിൻ്റെ വോളിയം, രണ്ടിൻ്റെയും സൊല്യൂട്ടിൻ്റെയും നമ്മൾ ഡിനോമിനേറ്ററിൽ ചെയ്യുന്ന സമയത്ത് സൊല്യൂട്ടിൻ്റെ വോളിയം അപ്പോൾ സൊല്യൂട്ടിൻ്റെ വോളിയം പ്ലസ് സോൾവെൻറ്റിൻ്റെ വോളിയം രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് ഡിനോമിനേറ്ററിൽ കൊടുക്കണം. ഇൻറ്റു 100 പെർസെൻറ്റേജ് ആയതുകൊണ്ട് നമ്മൾ ഇൻറ്റു 100 ചെയ്യാം. ഓക്കെ. നെക്സ്റ്റ് മാസ് ബൈ വോളിയം പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെ മുകളിൽ എന്തുണ്ടാവും? മാസ് ഓഫ് ദ നമ്മൾ എടുക്കുന്ന ആരെയാണോ മാസ് ബൈ വോളിയം പെർസെൻറ്റേജ് കാണേണ്ടത് അതിൻ്റെ മാസ് മുകളിലുണ്ടാവും, ഡിനോമിനേറ്ററിൽ അതിൻ്റെ വോളിയം ഇൻറ്റു 100. സാധാരണ അതൊക്കെ ഫാർമസീസിൽ നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് സാധാരണ ഉപയോഗിക്കാറ്. നെക്സ്റ്റ് ഈസ് പാർട്സ് പെർ മില്യൺ. പാർട്സ് പെർ മില്യൺ എന്ന് പറയുമ്പോൾ നമ്മൾ മെറ്റൽ സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മളെ മെറ്റൽസിൻ്റെ ഒക്കെ പ്രസൻസ്, വാട്ടറിൽ മെറ്റൽസ് ഉണ്ടാവും കേട്ടോ. മെറ്റൽസ്, മിനറൽസ്, അങ്ങനത്തെ മിനറൽസിൻ്റെ അല്ലെ മെറ്റൽസിൻ്റെ പ്രസൻസ് ഒക്കെ കണ്ടുപിടിക്കുന്ന സമയത്താണ് നമ്മൾ സാധാരണ പാർട്സ് പെർ മില്യൺ അല്ലെങ്കിൽ PPM എന്നൊക്കെ ഉപയോഗിക്കാറ്. അതായത് when a solute is present in trace quantities, it is convenient to express concentration in parts per million. അതായത് കുറഞ്ഞ എമൗണ്ട്, ട്രേസ് ക്വാണ്ടിറ്റീസ് മീൻസ് എന്താ? കുറഞ്ഞ എമൗണ്ടിലാണ് നമ്മൾ സൊല്യൂട്ട് പ്രസൻറ്റ് ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി എളുപ്പം എന്താണ് ഈ പാർട്സ് പെർ മില്യണിൽ എക്സ്പ്രസ് ചെയ്യാനാണ്. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ സാധാരണ വാട്ടറിൽ പ്രസൻറ്റ് ആയിട്ടുള്ള മെറ്റൽസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മിനറൽസിൻ്റെ എന്താ പറയുക എമൗണ്ട് അല്ലെങ്കിൽ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണ ഈ പാർട്സ് പെർ മില്യൺ അല്ലെങ്കിൽ PPM. നമ്മൾ പാർട്സ് പെർ മില്യൺ അങ്ങനെ തന്നെ കൊടുക്കില്ല, നമ്മൾ ഇങ്ങനെയാണ് കൊടുക്കുക, PPM ഷോർട്ടാക്കിയിട്ട് നമ്മൾ കൊടുക്കുക, PPM ആണ്. അപ്പോൾ അത് കണ്ടുപിടിക്കാനുള്ള ഇതെന്ന് പറയുന്നത് ഇക്വേഷൻ എന്ന് പറയുന്നത് പാർട്സ് പെർ മില്യൺ ഈക്വൽ ടു നമ്പർ ഓഫ് പാർട്സ് ഓഫ് ദി കോമ്പണൻറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പാർട്സ് ഓഫ് ഓൾ ദ കോമ്പണൻറ്റ്സ് ഓഫ് ദ സൊല്യൂഷൻ ഇൻറ്റു 10⁻⁶ കേട്ടോ. അപ്പം എങ്ങനെയാണ് നമ്മൾ പാർട്സ് പെർ മില്യൺ, നമുക്ക് ഏതാണോ കോമ്പണൻറ്റ്, ഇപ്പോൾ മെറ്റലാണെങ്കിൽ പാർട്സ് പെർ മില്യൺ ഓഫ് ദാറ്റ് മെറ്റൽ ഈക്വൽ ടു നമ്പർ ഓഫ് പാർട്സ് ഓഫ് ദാറ്റ് കോമ്പണൻറ്റ്. ആ ഒരു മെറ്റൽ എത്ര പാർട്ട് ഉണ്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പാർട്സ് ഓഫ് ഓൾ ദ കോമ്പണൻറ്റ്സ് ഓഫ് ദ സൊല്യൂഷൻ. ആ സൊല്യൂഷനിൽ മൊത്തം എത്ര പാർട്ട് ഉണ്ട് ഇൻറ്റു 10⁻⁶. കാരണം നമ്മൾ ട്രേസ് ക്വാണ്ടിറ്റിയിലാണല്ലോ കണ്ടുപിടിക്കുന്നത്. ഓക്കെ. നെക്സ്റ്റ് നിങ്ങൾ +1 പഠിച്ച അതേ സംഭവം തന്നെയാണ് മോൾ ഫ്രാക്ഷൻ. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ദിസ് മോൾ ഫ്രാക്ഷൻ ഈസ് ഡിനോട്ടഡ് ബൈ ലിറ്റർ കൈ. അപ്പം നമ്മൾ മോൾ ഫ്രാക്ഷനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ കൈ ആണ് കേട്ടോ. ഇത് ഒരു ഗ്രീക്ക് ലെറ്റർ ആണ് കൈ എന്ന് പറയുന്നത്. നമ്മൾ എക്സ് ആണെന്ന് തെറ്റിദ്ധരിക്കാൻ പാടില്ല, ഇറ്റ് ഈസ് കൈ. നമ്മൾ സാധാരണ യൂസ് ചെയ്യുക മോൾ ഫ്രാക്ഷന് കൈ ആണ്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ്
number of moles of the component divided by total number of moles of the component. ഓക്കെ, അപ്പോൾ മോൾ ഫ്രാക്ഷൻ കൈ ഈസ് ഈക്വൽ ടു എന്താണ്? നമ്മളിപ്പോൾ സൊല്യൂട്ടിൻ്റെ മോൾ ഫ്രാക്ഷനെ കണ്ടുപിടിക്കുന്നതെങ്കിൽ നമുക്കിങ്ങനെ ഉണ്ടാവും, നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്, എത്രയാണോ സൊല്യൂട്ടിൻ്റെ നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പ്ലസ് ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സോൾവെന്റ്. അങ്ങനെ ഉണ്ടാവും. അതിവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു ബൈനറി മിക്സ്ചറാണ് കൺസിഡർ ചെയ്യുന്നത്. ബൈനറി മിക്സ്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ മൊത്തമായിട്ട് ബൈനറി മിക്സ്ചേഴ്സിനെ പറ്റിയിട്ടേ പറയുന്നുള്ളൂ. അപ്പോൾ ബൈനറി മിക്സ്ചർ എന്ന് പറയുമ്പോൾ ഒരു സോൾവെൻറ്റും ഉണ്ടാവും, ഒരു സൊല്യൂട്ടും ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? കൈ എ, അതായത് ബൈനറി മിക്സ്ചർ ഇഫ് നമ്പർ ഓഫ് മോൾസ് ഓഫ് എ ആൻഡ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ബി ആർ എൻ എ ആൻഡ് എൻ ബി. അതായത് നമ്മളിപ്പോൾ കോമ്പോണൻറ്റ് എ ഉണ്ട് നമ്മളെ കയ്യിൽ, അതുപോലെ തന്നെ കോമ്പോണൻറ്റ് ബി ഉണ്ട്. അപ്പോൾ കോമ്പോണൻറ്റ് എൻ്റെ നമ്പർ ഓഫ് മോൾസ് എൻ എ ആണ്, അതുപോലെ തന്നെ കോമ്പോണൻറ്റ് ബിൻ്റെ നമ്പർ ഓഫ് മോൾസ് എം ബി ആണെങ്കിൽ നമുക്ക് മോൾ ഫ്രാക്ഷൻ എന്തിൻ്റെ കാണണം? കോമ്പോണൻറ്റ് എൻ്റെ മോൾ ഫ്രാക്ഷൻ കാണണമെന്ന് വിചാരിക്കാം. അപ്പോൾ കോമ്പോണൻറ്റ് എൻ്റെ മോൾ ഫ്രാക്ഷൻ കൈ എ എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്പർ ഓഫ് മോൾസ് ഓഫ് എ. നമ്പർ ഓഫ് മോൾസ് ഓഫ് എ എന്ന് പറഞ്ഞാൽ എൻ എ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മോൾസ് ഓഫ് എ പ്ലസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ബി. അതേപോലെ തന്നെ നമുക്ക് കൈ ബിയും കണ്ടുപിടിക്കാം. കൈ ബി ഈക്വൽ ടു എന്തായിരിക്കും? നമ്പർ ഓഫ് മോൾസ് ഓഫ് ബി divided by number of moles of A plus